ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നിങ്ങളില്ലാത്ത സമയത്ത് നാർസിസ്റ്റുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. നാർസിസ്റ്റുകളുടെ സ്മിയർ ക്യാമ്പയിൻ ടാക്ടിക്സുകളെ കുറിച്ചാണ്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ പിയർ സപ്പോർട്ട് സെഷൻസ് കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറെ പേരെ നിങ്ങളെ മീറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഓരോ നിങ്ങൾ ഷെയർ ചെയ്ത നിങ്ങളുടെ എക്സ്പീരിയൻസസും എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഇമോഷണൽ കോർ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് വരുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഈ നാർസിസ്റ്റിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത്, നിങ്ങളൊരു മ്യൂച്വൽ ഫാമിലി ഇവന്റിൽ പങ്കെടുക്കുന്ന സമയത്ത്, ഒരു ഫാമിലി ഗ്യാതറിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഗ്യാതറിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിന്റെയും ഫാമിലി ഫ്രണ്ട്സിന്റെയും ഇടയ്ക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് എന്തോ ഇവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങളെ കാണുമ്പോൾ സാധാരണഗതിയിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നവർ നിങ്ങളോട് ഐ കോണ്ടാക്ട് വയ്ക്കുന്നില്ല, നിങ്ങളെ സംശയാസ്പദമായ രീതിയിൽ നോക്കുന്നു, നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നു. ഇത് പ്രകടമായി തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. കുറെ പേര് സഹതാപത്തോടെ നിങ്ങളെ നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തോ സംതിങ് റോങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആരും നിങ്ങളോട് വന്ന് ഒന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോവാണ്. ഇതിനെയാണ് നാർസിസിസ്റ്റിന്റെ സ്മിയർ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണല്ലോ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോഴും നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന കാര്യത്തിന് വളരെ വലിയൊരു പവർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്താൻ സാധിക്കുക. ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് അറിയുന്ന ആളാണ് നാർസിസിസ്റ്റ്. കാരണം നിങ്ങളുടെ ഈ പറയുന്ന റെപ്യൂട്ടേഷനാണ് നിങ്ങളുടെ കറൻസി എന്നുള്ള ഇത് വളരെ കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർ അത് നശിപ്പിക്കാൻ തന്നെ ശ്രമിക്കുന്നത്. ഇന്ന് ഈ നാർസിസിസ്റ്റിന്റെ സ്മിയർ ക്യാമ്പയിൻ ടാക്ടിക്കുകളെ എല്ലാം ഞാൻ മൊത്തത്തിൽ നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് വെക്കുകയാണ്. അവരുടെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ വിശദമായിട്ട് ഇവരുടെ ഓരോ ടാക്ടിക്കുകളുടെയും പിറകിലുള്ള കാരണം എന്താണെന്നും എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. ഒന്നാമത്തെ ടാക്ടിക്, ദ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. നിങ്ങളാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നാർസിസിസ്റ്റ്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനും സേവ് ചെയ്യാനും ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു സൈഡിൽ പതുക്കെ നിങ്ങളെ നശിപ്പിക്കാനുള്ള വിത്തുകൾ പാകി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതിന്റെ പിറകിലെ കൃത്യമായ കാരണം മനസ്സിലാക്കണമെങ്കിൽ നാർസിസ്റ്റുകളുടെ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം ആയിട്ടുള്ള പ്രൊജക്ഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. NPD ഉള്ളവർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒരു ഫാൾസ് സെൽഫാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അവരുടേതായിട്ടുള്ള അബ്യൂസീവ് ബിഹേവിയർ കൊണ്ട് അവർക്ക് തന്നെ ഒരു ടോക്സിക് ഷെയിം ഉണ്ട്. എന്നാൽ അത് ഒരിക്കലും അവർക്ക് സ്വയം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ ഈഗോയെ അവർക്ക് എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവരുടെ ഈ എല്ലാ പോരായ്മകളെയും, ഈ എല്ലാ ദുഷിച്ച പ്രവൃത്തികളെയും അവർ നിങ്ങളിലേക്ക് പ്രൊജക്ട് ചെയ്തു തരും. ഒരു ദിവസം എന്തായാലും ഇവരുടെ കളികൾ പുറത്തു വരുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനുള്ള സ്റ്റെപ്പുകൾ ഇവർ എടുത്തു തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു തുടങ്ങുന്നത്. ഇത് റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത്, വളരെ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആള് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഇടയ്ക്ക് നിങ്ങളെ പറ്റിയിട്ട് ഇത്തരത്തിൽ നിങ്ങളാണ് വെർബലി അബ്യൂസീവായിട്ട് പെരുമാറുന്നതെന്നും, നിങ്ങൾക്ക് പൈസ കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്നും, വളരെ മോശമായിട്ട് നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും, നിങ്ങൾ ഫാമിലി വാല്യൂസിനൊന്നും അനുസരിച്ച് അഡ്ജസ്റ്റ് ആയി വരാത്തൊരാളാണെന്നും, ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെന്നും ഒക്കെ വളരെ കൺസേണിംഗ് ആയിട്ട് ഇവർ ഈ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരോട് പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ഇവർ മറ്റൊരു വ്യക്തിയുമായിട്ട്, ഏതെങ്കിലും മറ്റ് വ്യക്തികളുമായിട്ട് തന്നെ മറ്റ് അഫെയറിലായിരിക്കുന്ന സമയമായിരിക്കും, മണി മിസ്മാനേജ് ചെയ്യുന്ന സമയമായിരിക്കും, അങ്ങേയറ്റം ദൂർത്തടിച്ച് കളയുന്ന സമയമായിരിക്കും. എന്നാൽ ആ സമയത്തൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾ നിങ്ങളാണെന്ന് ഇവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, ദ കോവേർട്ട് അഗ്രഷൻ, വേദനിക്കുന്ന രക്തസാക്ഷി. ഈ നാർസിസ്റ്റുകളിൽ രണ്ട് ടൈപ്പ് ഓഫ് അബ്യൂസീവ് ആയിട്ടുള്ള നാർസിസ്റ്റുകളുണ്ട്. കുറച്ച് സ്മാർട്ടായ നാർസിസ്റ്റുകളും സ്മാർട്ട് അല്ലാത്ത നാർസിസ്റ്റുകളും. ഈ സ്മാർട്ടായ നാർസിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട നാർസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം, അവർ വളരെ പ്രകടമായിട്ട് അഗ്രസീവായിട്ട് നിങ്ങളോടുള്ള ഹെയ്റ്റ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ആ രീതിയിൽ അവർ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവർ തന്നെ ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനേ സഹായിക്കുകയുള്ളൂ ചുറ്റുമുള്ളവരിലും എന്നറിയാവുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ വളരെ സമൃദ്ധമായിട്ട് ഇവർ വളരെ കൺസേൺഡ് ആയിട്ടുള്ള, വളരെ വേദനിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ ഒരു മുഖം മൂടി എടുത്തങ്ങിടും. ഇതിനെയാണ് ക്ലാസിക് ആയിട്ടുള്ള കോവേർട്ട് അഗ്രഷൻ എന്ന് പറയുന്നത്. വളരെ ലവിങ് ആയിട്ടുള്ള, വറീഡ് ആയിട്ടുള്ള
ഒരു പാർട്ണറിന്റെ മുഖംമൂടി എടുത്തിടുന്ന ഇവർ ലിറ്ററലി നിങ്ങളുടെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് നടത്തുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അവർ നേടിയെടുക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കുക. രണ്ട്, അത് ചെയ്യുന്നതിലൂടെ തന്നെ അവർക്കൊരു വലിയ നാർസിസ്റ്റിക് സപ്ലൈ കിട്ടുന്നു. ഇതിനൊരു നല്ല എക്സാമ്പിൾ ആണ് ഇവർ നിങ്ങളുടെ നാട്ടിലെ അമ്പല കമ്മിറ്റിക്കാരെ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരെ ഒക്കെ പോയി കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എൽഡർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ, കാരണവർ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെ അടുത്ത് പോയി കൂട്ടുപിടിച്ച് അവരുടെ അടുത്ത് പതുക്കെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. നിങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. എന്താണെന്നറിയില്ല, ഇപ്പോൾ അടുത്തായിട്ട് അവളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു. ഒരുപാട് പ്രകടമായി ഉള്ള മാനസികമായിട്ടുള്ള കുറെ വിഭ്രാന്തികൾ കാണിക്കുന്നു. ഞാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ബെറ്റർമെന്റിന് വേണ്ടി. ഞാൻ ഈ ഫാമിലി വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഈ സമയത്ത് കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണ്. കുട്ടികളെ ഓർത്ത് ഞാൻ ഇതൊക്കെ സഹിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഫാമിലിയുടെ വില, പേരിന് വേണ്ടി, മോശം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ കഥ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കുന്നത്. പതുക്കെ ഇവർ ആ വിത്ത് പാകുകയാണ്. നിങ്ങളാണ് പ്രശ്നക്കാർ, നിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം, അല്ലെങ്കിൽ മനോവിഭ്രാന്തി ഉള്ളത് നിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ ഓരോരുത്തരെയും ഇവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ചെയ്യുന്നതിലൂടെ പിന്നീട് നിങ്ങൾ ഭാവിയിൽ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ, ഇയാൾ നിങ്ങളോട് ചെയ്ത ക്രൂരതകളുടെ തെളിവ് സഹിതം കാണിക്കുമ്പോൾ, ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് നിങ്ങളെ ഡൗട്ട് ചെയ്യണം എന്നുള്ള കാരണത്തിന് വേണ്ടി തന്നെയാണ് ഇവർ പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്ത് ഈ കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സമർത്ഥമായി ഇത്തരം കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ഇവർ സഹനത്തിന്റെ അവാർഡ് പതുക്കെ ഇവരുടെ ഫ്ലൈയിങ് മങ്കീസിൽ നിന്നും ടോക്സിക് എനേബിളേഴ്സിൽ നിന്നും ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കും. മൂന്നാമത്തേത്, ഫ്ലൈയിങ് മങ്കീസ് എന്ന പട്ടാളത്തെ ഉണ്ടാക്കുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുക. എപ്പോഴും ട്രയാങ്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഈ നാർസിസ്റ്റുകൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇവർക്കൊരു പട തന്നെ ഉണ്ട് ബാക്കിൽ. ഇവർക്ക് ചെറിയ രീതിയിൽ ഒരു ആർമിയെ തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെ. നാർസിസ്റ്റുകൾ ഈ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന ടാക്ടിക് എപ്പോഴും ഉപയോഗിക്കുന്നവരാണ്. ഇവർ എപ്പോഴൊക്കെ നിങ്ങൾക്കിടയിൽ അവരുടെ കുഴപ്പങ്ങൾ കാരണമുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാളെ അതിനിടയിൽ കൊണ്ടുവന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും നിങ്ങളെ ഓർമ്മ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ട്രഡീഷണൽ ഫാമിലി ഡൈനാമിക്കിൽ നമുക്ക് ചുറ്റുമുള്ള നാട്ടുകാർക്കിടയിൽ ഇത് വളരെ സമൃദ്ധമായിട്ട് നടപ്പിലാക്കാനും പറ്റും. കാരണം ഇവർ നിങ്ങളുടെ അങ്കിൾസിനെയും ഓണ്ടീസിനെയും, ഈ പറയുന്ന മാമന്മാരെയും മാമിമാരെയും അമ്മാവന്മാരെയും അമ്മാവിമാരെയും ചില ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ ഈ തറവാട് മഹിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ശരിക്കുമുള്ള സത്യത്തെ മറച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ വളച്ച് കെട്ടാനായി അല്ലെങ്കിൽ വളച്ചൊടിക്കാനായി സഹായിക്കുന്ന ഇത്തരം ആൾക്കാരെ ആയിരിക്കും ഇവർ കൂട്ടുപിടിക്കുന്നത്. ഈ ഫ്ലൈ മങ്കീസ് എന്തായിരിക്കും ചെയ്യുന്നത്? ഇവർ നാർസിസ്റ്റിന്റെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, എന്തിനാ നമുക്ക് മോളെ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ വലുതാക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ മോനെ ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും നീ വലുതായി കാണുന്നത്, അഡ്ജസ്റ്റ് ചെയ്തൂടെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ഫാമിലിയുടെ ആ ഒരു പ്രസ്റ്റീജിനെ ഒരുമിച്ച് നിർത്തേണ്ടത്, നമ്മുടെ തറവാട്ട് മഹിമ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഇത്തരത്തിൽ നിങ്ങളെ സമീപിച്ച ശേഷം ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ സമീപിക്കുമ്പോൾ ഇവർ ഈ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുന്നത് നാർസിസ്റ്റിന് വേണ്ടി വാദിക്കുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ ഈ നാർസിസ്റ്റ് ഉണ്ടല്ലോ, നാർസിസ്റ്റ് അപ്പോൾ ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് നിങ്ങളെ ഈ ഫ്ലൈയിങ് മങ്കി ഉപദേശിക്കുന്നത് കണ്ട്, ഈ ഫ്ലൈയിങ് മങ്കി നിങ്ങളെ നിയന്ത്രിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ ഈ ട്രയാങ്കുലേറ്റ് ചെയ്യുന്ന വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ മുഖത്ത് തന്നെ അതുണ്ടായിരിക്കും അവരത് ആസ്വദിക്കുന്നത്. പക്ഷെ അവർ നിൽക്കുന്നത് ഒരു വിക്ടിമിനെ പോലെ ഇങ്ങനെ ആയിരിക്കും അവരത് നോക്കി നിൽക്കുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. നാർസിസ്റ്റിക് വിക്ടിംസ് എല്ലാം ഇത് ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നാലാമത്തേത്, പോസ്റ്റ് സെപ്പറേഷൻ സ്മിയർ. സെപ്പറേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവരിൽ ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ ബേസ്റ്റ് അഥവാ പൊട്ടിത്തെറി. കംപ്ലീറ്റ്ലി ഇയാളിൽ നിന്നും പുറത്തു വരാം എന്നുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തീരുമാനം എടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, ഇവരുടെ കിംവദന്തികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റിന് എപ്പോഴും നിങ്ങളിലുള്ള കൺട്രോൾ നശിക്കുമ്പോൾ അവരിൽ ഒരു നാർസിസ്റ്റിക് ഇഞ്ചുറി ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവർക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ നെറേറ്റീവ്, മറ്റുള്ളവർ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ മാറാൻ പോകുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നാർസിസ്റ്റുകൾ നടത്തുന്ന വെപ്രാളത്തോടു കൂടിയുള്ള എസ്കലേഷനെയാണ് ബിഹേവിയറൽ സയൻസിൽ എക്സ്റ്റൻഷൻ ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളാണ് ഇവർ സമൂഹത്തിൽ ഓൾറെഡി
സൊസൈറ്റി നിലനിൽക്കുന്ന ടാബൂസിനെ, ഈ ഗോസിപ്പ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനെ ഇവർ വളരെ സമർത്ഥമായി നിങ്ങൾക്കെതിരെ ഡാമേജ് ചെയ്യാനായി, നിങ്ങളെ ഡാമേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവർ നാട്ടുകാരെല്ലാം പറഞ്ഞു വരുത്തും നിങ്ങൾക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്നും, നിങ്ങൾക്ക് പണമിടപാടുകൾ ഉണ്ടെന്നും, നിങ്ങൾക്ക് ഗോൾഡ് വെച്ചുള്ള ഇടപാടുകളൊക്കെ ഉണ്ടെന്നും, കുട്ടികളെ ഒന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഇട്ടിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള വളരെ സമർത്ഥമായിട്ടുള്ള കഥകൾ ഇവർ മെനഞ്ഞുണ്ടാക്കും. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, ഇവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ തന്നെ നിങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ആരോപിച്ചുകൊണ്ട് കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന പ്രവണത ഇവർ വളരെ അഗ്രസീവായിട്ട് ചെയ്യും. ഇത് കണ്ട് പേടിക്കുന്ന, പരിഭ്രാന്തിപ്പെടുന്ന നിങ്ങൾ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്ന് വീണ്ടും എല്ലാവരിൽ നിന്നും ഐസൊലേറ്റ് ആവണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ ഇവരോട് സംസാരിച്ച, ഇമോഷണലായി സംസാരിച്ച എന്തെങ്കിലും മെസ്സേജ് എടുത്തു പോലും ആൾക്കാർ കാണിച്ചുകൊണ്ട്, കണ്ടോ ഇവൾ പറഞ്ഞിരിക്കുന്നത്, കണ്ടോ എന്ത് മാനസിക വിഭ്രാന്തി ആയിട്ടാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്, ആ മെസ്സേജ് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും വളരെ നോർമൽ ആയിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാണുന്ന വ്യക്തികളൊന്നും അതിനുവേണ്ടി നിൽക്കില്ലല്ലോ. പെട്ടെന്ന് അവരെ കാണിച്ച് അവരെ പെട്ടെന്ന് ഈ കഥ വിശ്വസിപ്പിക്കാനൊക്കെ ഇവർ ഇത്തരത്തിലുള്ള രീതിയിൽ ഒരു കാര്യവുമില്ലാതെ വളരെ ഇന്നസെന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന മെസ്സേജസ് വരെ എടുത്ത് കാണിച്ച് ഇത്തരത്തിൽ പറഞ്ഞുണ്ടാക്കും. ഇതിന്റെ അൾട്ടിമേറ്റ് സർവൈവൽ ടാക്ടിക് എന്താണ്? റാഡിക്കൽ സൈലൻസ് എന്ന് പറയുന്ന കാര്യമാണ് ഇതിന്റെ ആക്ച്വലി സർവൈവൽ ടാക്ടിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി ആയിരിക്കും നമ്മൾ പെട്ടെന്ന് പാനിക് ആയിട്ട് നമ്മൾ എവിഡൻസുകളെല്ലാം എടുത്ത് ഈ ആൾക്കാരെ എല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ഈ ഫ്ലൈങ് മങ്കീസിന്റെ അടുത്തും ഈ ടോക്സിക് എനേബിളേഴ്സിന്റെ അടുത്തും ഒക്കെ കൊണ്ടുപോയി നമ്മൾ ഇതൊക്കെ കാണിച്ച്, കണ്ടോ ഞാനല്ല പ്രശ്നക്കാരൻ, ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, കള്ളക്കഥകളാണ് പറയുന്നത്, കണ്ടോ നിങ്ങൾ കണ്ടില്ലേ, തെളിവുകൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും ഇത് ചെയ്യരുത്, ഇതിനു വേണ്ടി ശ്രമിക്കുകയേ ചെയ്യരുത്. എന്തുകൊണ്ടാണ് അത് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ ഓരോരോ സ്റ്റെപ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തേത്, ഡു നോട്ട് ജെയ്ഡ്, ഡു നോട്ട് ജസ്റ്റിഫൈ, ഡു നോട്ട് ഡിഫെൻഡ്, ഡു നോട്ട് ആർഗ്യൂ, ഡു നോട്ട് എക്സ്പ്ലെയിൻ. ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് നാർസിസിന്റെ അടുത്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഇത് ഫ്ലൈയിങ് മങ്കീസിന്റെ അടുത്തും നിങ്ങൾ ചെയ്യരുത്. ഒരു രീതിയിലും നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഇവരുടെ അടുത്ത്, ഈ ഫ്ലൈയിങ് മങ്കീസ് ആയിട്ടുള്ള ചുറ്റുമുള്ള നിങ്ങളുടെ ഈ ബന്ധുക്കളെയും ഈ തരത്തിലുള്ള നാട്ടുകാരെയും അവരുടെ അടുത്ത് നിങ്ങൾ എവിഡൻസും കൊണ്ട് ചെന്ന് നിങ്ങളുടെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ ആ സമയത്ത് ഇമോഷണൽ ആയിരിക്കും, നിങ്ങൾ പാനിക് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾ ഭയങ്കര ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെല്ലാം അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. അവർ പറയും, കണ്ടില്ലേ അവൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അവൾ നിങ്ങളടുത്ത് പറഞ്ഞപ്പോൾ അവൾ എങ്ങനെ കാണിച്ചില്ലേ, അങ്ങനെ കാണിച്ചില്ലേ, അതൊക്കെ ഇവർക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്നും കൂടെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഫ്ലൈയിങ് മങ്കീസും ഈ ടോക്സിക് ആയിട്ടുള്ള എനേബിളേഴ്സും പിന്നെയും അത് വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് പെരുമാറി തുടങ്ങും. നിങ്ങൾ കൂടുതൽ അപ്സെറ്റ് ആവും. രണ്ടാമത്തേത്, ഗ്രേ റോക്ക് മെത്തേഡ് കംപ്ലീറ്റ്ലി ഈ സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ നാർസിസിസ്റ്റ് സ്മിയർ ക്യാമ്പയിൻ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുക, നിങ്ങളെ ആ രീതിയിൽ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ആ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയാണ് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന റിയാക്ഷൻ വളരെ സൈലന്റ് ആയിട്ട്, കാമായിട്ട്, ഇതിനൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിയാക്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നാർസിസിസ്റ്റ് തകർന്ന് തരിപ്പണമായി പോകും. നിങ്ങളുടെ അൺബോധേഡ് ആയിട്ടുള്ള സൈലൻസ് ആണ് ഇവർ ഏറ്റവും പേടിക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു നിങ്ങളെ നശിപ്പിക്കാനായിട്ട്, നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് വേദനിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും നാർസിസിസ്റ്റിൽ ഉണ്ടാക്കുന്നത്. മൂന്നാമത്തേത്, ലെറ്റ് ദ ട്രാഷ് ടേക്ക് ഇറ്റ് സെൽഫ് ഔട്ട്. ഇവിടെ നമുക്ക് റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വേണം. ഒരു രീതിയിൽ നിങ്ങളുടെ നാർസിസ്റ്റിനെ, നിങ്ങളെ അബ്യൂസ് ചെയ്ത നാർസിസ്റ്റിനെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇതിനെ എനേബിൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെയും കൂടെ കാണാനുള്ള ഒരു അവസരം തന്നെയാണ് നിങ്ങൾക്കിത്. അത് ആ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. നിങ്ങളുടെ സൈഡ് കൃത്യമായിട്ട് കേൾക്കാതെ, മനസ്സിലാക്കാതെ, വൺ സൈഡഡ് ഗോസിപ്പ് മാത്രം കേട്ടുകൊണ്ട് വന്ന് നിങ്ങളെ ആരോപിക്കുന്ന, നിങ്ങളെ തളർത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ഓരോരുത്തരും, അതാരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഇത്തരത്തിൽ ചെയ്യുന്ന ആരും നിങ്ങളുടെ ഫാമിലിയോ അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സും അല്ല. അങ്ങനെ ഒരു രീതിയിൽ ഈ സ്മിയർ ക്യാമ്പയിൻ വളരെ പെയിൻഫുൾ ആണെങ്കിലും ഒരു നെസസറി സ്റ്റെപ്പും കൂടെയാണ്. നമ്മൾ ഈ രീതിയിൽ ടോക്സിക് എനേബിളേഴ്സിനെ, നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ടോക്സിക് എനേബിളേഴ്സിനെയും ഫ്ലൈയിങ് മങ്കീസിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും കൂടെയുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഈ സ്മിയർ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നാർസിസിസ്റ്റിന്റെ പവറിന്റെ സൈൻ അല്ല, അവരുടെ ആബ്സല്യൂട്ട് ടെററിന്റെ സൈനാണ്. കാരണം ഇവർ പേടിച്ച് നിങ്ങൾ സത്യം പറയുമെന്നുള്ള വിഭ്രാന്തിയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇവർ കാണിക്കുന്ന
PR വർക്കൊക്കെ അവർ കാണിച്ചോട്ടെ, അവർ മറ്റുള്ളവരുടെ അടുത്ത് ഫാൾസ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞുണ്ടായിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിനും നിങ്ങൾക്ക് സമാധാനത്തിൽ എത്തുന്നതിനും വേണ്ടി അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. അവരവിടെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള എനർജിയൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കാൻ വേണ്ടി കിടന്ന് ടോക്സിക് ആയിട്ടുള്ള പണിയെടുക്കൽ നടത്തട്ടെ. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പിയർ സപ്പോർട്ട് സെഷൻസിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ നാർസിസ്റ്റിക് വിക്ടിംസ് ആയിട്ടുള്ളവർക്ക്, ഈ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക്, വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് ഞാനുമായിട്ട് സംവദിക്കാനുള്ള 1-on-1 ഒരു സെഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, പിൻഡ് കമന്റ് ആയിട്ട്. ആ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവേത് ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിച്ച്, ഈ വീഡിയോ ലൈക്ക് ചെയ്ത്, ഹൈപ്പ് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കൂടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം വരുന്നുണ്ട് ചാനലിൽ ഇനി അങ്ങോട്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.